+1 കടന്നു വന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ പല അധ്യാപകരും നിങ്ങൾക്ക് NSSൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാണും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊരു കാര്യത്തിലും ചേരുന്നതിന് മുൻപ്, പ്രവർത്തിക്കുന്നതിന് മുൻപ് അത് എന്താണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഈ വീഡിയോയിലൂടെ NSS എന്താണ് എന്നും നിങ്ങൾക്ക് ഇതിൽ വന്നാലുള്ള ഗുണം എന്താണ് എന്നും അതിൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനു മുൻപ് കൂട്ടുകാരോട് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. എന്നാൽ മാത്രമേ NSSനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. NSS എന്നാൽ നാഷണൽ സർവീസ് സ്കീം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം എന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് NSS. വിദ്യാർത്ഥികളെ സാമൂഹ്യ സേവനത്തിൽ പങ്കാളിയാക്കുക എന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു NSSൻ്റെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചത്. 1969 സെപ്റ്റംബർ 24 അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ VKRV റാവു NSS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന പാതയിൽ ഈ പ്രസ്ഥാനം ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു. സമൂഹത്തിലെ എല്ലാ മേഖലയിലും, അതായത് വിദ്യാഭ്യാസം, സാമൂഹികം, പാരിസ്ഥിതികം, വൈജ്ഞാനികം, സാങ്കേതികം, കാർഷികം തുടങ്ങി നിരവധി മേഖലകളിൽ NSS ഇടപെട്ടു വരുന്നു. മഹാത്മാഗാന്ധിയുടെ 100ാം ജന്മവാർഷികത്തിലാണ് NSS നിലവിൽ വന്നത്. സെപ്റ്റംബർ 24 NSS ഡേ ആയിട്ടാണ് ആചരിച്ചു വരുന്നത്. ഹയർ സെക്കൻഡറി മേഖലയിൽ മാത്രമല്ല NSS പ്രവർത്തിക്കുന്നത്. കോളേജ്, യൂണിവേഴ്സിറ്റി, VHSE, ടെക്നിക്കൽ മേഖലകൾ, അങ്ങനെ നിരവധി മേഖലകളിൽ NSS പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് വളണ്ടിയർമാരാണ് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം ലക്ഷ്യമാക്കി രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിനും സാമൂഹ്യ സേവനത്തിനുമായി ഇടപെട്ടു വരുന്നത്. ഹയർ സെക്കൻഡറി മേഖലയിൽ ഒരു യൂണിറ്റിൽ 100 വളണ്ടിയർമാരാണ് ഉണ്ടാവുക. അതായത് +1ൽ 50 വളണ്ടിയർമാരും +2വിലും 50 വളണ്ടിയർമാരും, അങ്ങനെ 100 വളണ്ടിയർമാർ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഒരു പക്ഷേ ചിന്തിച്ച് കാണും, സാമൂഹ്യ സേവനം നടത്തിയാൽ എങ്ങനെയാണ് വ്യക്തിത്വം വികസിക്കുന്നത് എന്ന്. മാത്രമല്ല, ഇത് ഒരുപാട് പേരുടെ സംശയമാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ NSSലേക്ക് കടന്നു വരുമ്പോൾ പഠനത്തോടൊപ്പം സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു. അവിടുത്തെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അടുത്തറിയാനും തൊട്ടറിയാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. വീടില്ലാതെ തെരുവിൽ കഴിയുന്നവരെയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യരും മാനസിക അസ്വാസ്ഥ്യം ബാധിച്ചവരും തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടെന്നും അവരെ NSSലൂടെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം അവരുമായി സ്വയം തട്ടിച്ചു നോക്കുമ്പോൾ തനിക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനും അതിലധികവും ഉണ്ടെന്നുമുള്ള വലിയ തിരിച്ചറിവാണ് NSS നൽകുന്ന ഒരു വലിയ പാഠം. അതുവഴി ഇന്ന് നമുക്കുള്ള എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുകയും മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരും. ഇത് തന്നെയാണ് യഥാർത്ഥ വ്യക്തിത്വ വികാസം. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന ഉയർന്ന ബോധം, സാമൂഹിക പ്രതിബദ്ധത ഒരു NSS വളണ്ടിയർ ആർജിച്ചെടുക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 2 തവണ പ്രളയം വന്നപ്പോഴും ഏറ്റവും ഒടുവിൽ കോവിഡ് വന്നപ്പോഴും NSS വളണ്ടിയർമാർ കർമ്മ നിരതരായത്. ഹയർ സെക്കൻഡറി NSS മാത്രം കോവിഡ് സമയത്ത് SSLC, +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒപ്പം പൊതുജനങ്ങൾക്കുമായി ബഹുമാനപ്പെട്ട NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ സാറിൻ്റെ നേതൃത്വത്തിൽ 12 ലക്ഷത്തിലധികം മാസ്കുകളാണ് നിർമ്മിച്ചു നൽകിയത്. അത് ഒരു ചരിത്രമായി മാറുകയായിരുന്നു. NSSൻ്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും റെഗുലർ ആക്ടിവിറ്റി എന്നും സ്പെഷ്യൽ ക്യാമ്പ് എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്.
ഒരു ഒന്നാം വർഷ വളണ്ടിയർ ആദ്യ വർഷം റെഗുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി 120 മണിക്കൂറാണ് പ്രവർത്തിക്കേണ്ടത്. അതിൽ 70 മണിക്കൂർ കമ്മ്യൂണിറ്റി വർക്കാണ്. ക്യാമ്പസിൻ്റെ പുറത്ത്, വിദ്യാലയത്തിൻ്റെ പുറത്തുള്ള വർക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. 30 മണിക്കൂർ നിങ്ങളുടെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ക്യാമ്പസിലുള്ള പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വരുന്ന 20 മണിക്കൂർ നിങ്ങൾക്കുള്ള ബോധവൽക്കരണം അഥവാ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളാണ്. ഇങ്ങനെയാണ് ഈ 120 മണിക്കൂറിനെ NSS ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ 120 മണിക്കൂർ നിങ്ങൾ NSSൻ്റെ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആൾ തന്നെ അടിമുടി മാറും, ഒരു പുതിയ വ്യക്തിത്വമായി തന്നെ മാറും. അടുത്തത്, ഒന്നാം വർഷ വളണ്ടിയർ ചെയ്യേണ്ടുന്ന മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് NSSൻ്റെ 7 ദിവസത്തെ ക്യാമ്പ് അഥവാ സപ്തദിന സഹവാസ സ്പെഷ്യൽ ക്യാമ്പ്. നിങ്ങൾ വീട്ടിൽ നിന്ന് 7 ദിവസം മാറി നിൽക്കണം. മറ്റൊരു വിദ്യാലയത്തിൽ വെച്ചാണ് പ്രസ്തുത ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതിൽ നിങ്ങളുടെ യൂണിറ്റിലെ 50 വളണ്ടിയർമാരും പ്രോഗ്രാം ഓഫീസറും അധ്യാപകരും ഉൾപ്പെടുന്ന സംഘമാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുക. ഗ്രൂപ്പുകളൊക്കെ ആയി തിരിച്ചുകൊണ്ട് വളരെ നല്ല രസകരമായി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിരവധി പ്രൊജക്റ്റുകളും എല്ലാ ദിവസവും ക്ലാസ്സുകളും കലാപരിപാടികളും തുടങ്ങി നിങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലാണ് 7 ദിവസത്തെ ക്യാമ്പ് ഒരുക്കുന്നത്. ഈ 7 ദിവസത്തെ ക്യാമ്പ് വളരെയധികം അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അത് കേവലം ഒരു വാക്കിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. അതിലൂടെ കടന്നു വന്ന നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു NSSൻ്റെ ക്യാമ്പ് എന്ന്. തീർച്ചയായിട്ടും അവർ പറയും, ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല, ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത് NSS ആണെന്ന് അവർ നിസ്സംശയം പറയും. ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ക്യാമ്പിന് രാത്രി വീട്ടിലേക്ക് പോകാൻ പാടില്ല, ക്യാമ്പിൽ തന്നെ താമസിക്കണം. അത് NSS വളരെയധികം നിഷ്കർഷത പാലിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റെഗുലർ ആക്ടിവിറ്റി എന്താണെന്നും സ്പെഷ്യൽ ക്യാമ്പ് എങ്ങനെയൊക്കെയാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു പുറമെ പ്രധാനപ്പെട്ട ദിനാചരണങ്ങളും NSS സർക്കുലർ പ്രകാരമുള്ള മറ്റു പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയുമാണ് ഒരു +1 വളണ്ടിയർ നിർബന്ധമായും ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ 2ാം വർഷം സപ്തദിന ക്യാമ്പ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് റെഗുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി 120 മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കണം. 70 മണിക്കൂർ കമ്മ്യൂണിറ്റി വർക്കും 30 മണിക്കൂർ ക്യാമ്പസ് വർക്കും 20 മണിക്കൂർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷവും കൂടെ 240 മണിക്കൂർ റെഗുലർ ആക്ടിവിറ്റിയും ഒരു സ്പെഷ്യൽ ക്യാമ്പും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് NSS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വളരെ രസകരമായി ആസ്വദിച്ച് എല്ലാവരും ഒത്തുചേർന്ന്, എന്നാൽ പരിപാടിക്ക് അതിൻ്റേതായ ഗൗരവം കൊടുത്തുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ വളരെ ഭംഗിയായി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ടത് NSSൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ച് കാര്യങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. 1, സെല്ല് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് 2 വർഷം നിങ്ങൾ 240 മണിക്കൂർ റെഗുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി പൂർത്തീകരിക്കുകയും ഒരു സപ്തദിന ക്യാമ്പും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 24 മാർക്ക് ഗ്രേസ് മാർക്കും ഒപ്പം NSS സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു. ഒപ്പം ഉപരിപഠനത്തിന് പോകുമ്പോൾ വെയിറ്റേജ് മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ നടത്തുന്ന തൊഴിലിലേക്കുള്ള ഇൻ്റർവ്യൂകളിൽ അഡീഷണൽ പോയിൻ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം ആത്മാർത്ഥമായി NSSനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ വളണ്ടിയർമാർക്കും ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും സധൈര്യം നേരിടാനും പരിഹരിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം. ഒപ്പം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള വലിയൊരു ശേഷി നിങ്ങൾ ആർജിച്ചെടുക്കും. അതോടൊപ്പം തന്നെ നല്ല എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്, നല്ല ഒരു ജനായത്ത മനോഭാവം, മികച്ച സംഘാടനശേഷി, നേതൃത്വപാടവം, മികച്ച സാമൂഹ്യവൽക്കരണം, സഹകരണ മനോഭാവം,
സൗഹൃദം, അങ്ങനെ തുടങ്ങി നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ NSSൽ വന്നാൽ നേടിയെടുത്തിരിക്കും. അതുവഴി വലിയ ഒരു ജീവിത നൈപുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു കാര്യം എല്ലാവരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം 24 മാർക്ക് ഗ്രേസ് മാർക്കിന് മാത്രമായിട്ട് ആരും NSSലേക്ക് കടന്നു വരേണ്ടതില്ല. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വം വികസിക്കണം എന്ന ആഗ്രഹം ഉള്ളവർക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന മനസ്സുള്ളവർക്ക്, ആ മനോഭാവമുള്ളവർക്ക്, ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും NSSലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും NSS എന്ന സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, NSS എന്നുള്ള സംഘടന വിദ്യാഭ്യാസ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ്. സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലയിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി വളണ്ടിയർമാർക്ക് പാത ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കർത്തവ്യവും ആ സംഘടന നിർവഹിക്കുന്നുണ്ട്. 2001 ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായ ഘട്ടത്തിലും 2018 2019 നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രളയമുണ്ടായ ഘട്ടത്തിലും ആദ്യം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തിയ ആൾക്കാരിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് NSSൻ്റെ വളണ്ടിയർമാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയാണ് NSSനെ കാണുന്നത്. NSS എന്നുള്ള സംഘടന കേവലം ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം ഉള്ളതാണെന്നുള്ള ധാരണ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഒക്കെ നിങ്ങൾ സജീവമായിട്ട് ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്തായാലും നല്ല ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എടുത്തിട്ടുള്ളത്. NSS പോലുള്ള ഒരു സംഘടനയിൽ ചേരുക വഴി നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട്. നല്ല നിലയിൽ NSSനെ മുന്നോട്ട് കൊണ്ടുപോകുക. വ്യക്തി താല്പര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു താല്പര്യം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവണം. മഹാനായിട്ടുള്ള വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾക്കൊക്കെ മാറാൻ സാധിക്കണം. NSSനെ നെഞ്ചിലേറ്റിക്കൊണ്ട് NSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ സ്കൂളിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. മുഴുവൻ വിദ്യാർത്ഥികൾക്കും, NSSലേക്ക് കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് NSSനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, NSS ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ സീനിയറായിട്ടുള്ള NSSകാരോടോ അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫീസറോടോ ചോദിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും NSSനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പെർമിഷൻ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് നിങ്ങളുടെ വിദ്യാലയത്തിലെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറും പ്രിൻസിപ്പാളും അടങ്ങുന്ന ഒരു അഡ്മിഷൻ കമ്മിറ്റി ഏറ്റവും മികച്ച 50 വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കും. തീർച്ചയായിട്ടും നിങ്ങളതിൽ ഉൾപ്പെടട്ടെ എന്നും മികച്ച ഒരു NSS വളണ്ടിയറായി മാറിക്കൊണ്ട് അതുവഴി നിങ്ങളിലും കുടുംബത്തിലും വിദ്യാലയത്തിലും ഒപ്പം സമൂഹത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മനസ്സ് നന്നാവട്ടെ.